ഹലോ, നമ്മളിന്ന് മലയാളം ബിഗ് ബോസ് സീസൺ 7 ഡേ 3, അതായത് എപ്പിസോഡ് 4 അതിനെപ്പറ്റിയാട്ടോ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നും നല്ലൊരു അടിപൊളി ഭയങ്കര ട്വിസ്റ്റൊക്കെ ഉള്ളൊരു എപ്പിസോഡായിരുന്നു. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ മോർണിംഗ് സോങ് സ്റ്റാർട്ട് ചെയ്തു. വേടൻ്റെ സോങ് ആയിരുന്നു കേട്ടോ, രാവിലെ തന്നെ. അപ്പോൾ എല്ലാവരും വന്ന് ഡാൻസൊക്കെ കളിച്ചു. പിന്നെ അതിന് ശേഷം നമ്മുടെ നവീനാണെങ്കിൽ എന്തോ സാധനം കഴിഞ്ഞ ദിവസം എടുത്തൊന്നുമല്ല, അത് വേറെ ഒന്നുമല്ല, ഇവർക്ക് കിട്ടിയ ആ ഗോൾഡൻ ബാഡ്ജില്ലേ, അതാണ് കേട്ടോ. ആരും കാണാതെ രണ്ടുപേരെ ഗിസലിൻ്റെയും പിന്നെ അതുപോലെ ആര്യൻ്റെയും ബാഡ്ജ് എടുത്തിട്ട് ഒരു ഫ്ലവർ വേസിൻ്റെ അകത്തുകൊണ്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ക്യാമറ നോക്കി പറഞ്ഞിട്ട്, ബിഗ് ബോസ് ഇനിയെങ്കിലും എനിക്ക് സ്കൂൾ യൂണിഫോം ഒന്ന് മാറ്റിത്താൽ, എനിക്ക് എൻ്റെ ഓൺ ഡ്രസ്സ് വേണം പ്ലീസ്, എനിക്ക് ഇങ്ങനെ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കംപ്ലൈൻറ്റ് പറയുന്നത് നെവീൻ. പിന്നെ അതിനുശേഷം അനുവും അപ്പാനിയും കൂടെ ഉള്ള സംസാരമാണ് കേട്ടോ. അനു ചോദിക്കുന്നത്, നീ എന്തിനാണ് എപ്പോഴും ഈ അനീഷിനെ പുറകെ നടക്കുന്നത്? 2 ദിവസം അനീഷ് എപ്പിസോഡ് അങ്ങോട്ട് കൊണ്ടുപോയി അയാളുടെ പുറകെ ഇങ്ങനെ നടന്നിട്ട് അയാൾക്ക് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പനീനെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനു. പിന്നെ എന്നിട്ട് മോർണിംഗ് ആക്ടിവിറ്റിയാണ് കേട്ടോ. മോർണിംഗ് ആക്ടിവിറ്റി ഓമന പേര്, അതായത് ഓരോ ആൾക്കാർ വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരാളെയും ഇഷ്ടമില്ലാത്ത ഒരാളെയും വിളിക്കണം. എന്നിട്ട് ഇഷ്ടമുള്ള ആൾക്ക് ഒരു ഓമന പേര്, ഇഷ്ടമില്ലാത്ത ആൾക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഓമന പേര്, അങ്ങനെ ഇടണമെന്ന് പറഞ്ഞിട്ട് അതാണ് മോർണിംഗ് ടാസ്ക് കേട്ടോ. അപ്പോൾ അതിൽ നമ്മുടെ ശരത്താണ് വന്നത്. ശരത്ത് വന്നിട്ട് അനീഷിനെ വിളിച്ചു, ഓ എനിക്ക് ഇയാൾ ഇഷ്ടമല്ല, ഇയാൾ തൊട്ടം പിടിച്ചൊക്കെ പ്രശ്നം, അതുകൊണ്ട് ഈ കാട്ടിൽ പല ടൈപ്പ് മൃഗങ്ങളുണ്ടാകും, പക്ഷേ ഈ മുള്ളമ്പന്നി ഉണ്ടല്ലോ അതിൻ്റെ മുള്ള് കാരണം അത് അനാവശ്യത്തിനൊക്കെ മുള്ളിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ അനീഷ് വെറുപ്പിക്കലിൻ്റെ അയ്യരുകളിയാണ്. അപ്പോൾ അതുകൊണ്ട് അനീഷിന് മുള്ളമ്പന്നി എന്ന പേരിടാൻ പോണേന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ എനിക്കിഷ്ടമുള്ളത് ആര്യനെയാണ്. ആര്യ എപ്പോഴും നല്ല സന്തോഷിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ചിരിക്കൊടുക്കാമെന്ന് പറഞ്ഞ് പേരിട്ടു. പിന്നെ അതിൻ്റെ രഞ്ജിത്ത് ആദില നൂറയാണ് ഇഷ്ടപ്പെട്ട ആൾക്കാർ. എപ്പോഴും ഒരു പൂമ്പാറ്റകളെ പോലെ ഇങ്ങനെ പാറി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് പൂമ്പാറ്റ എന്ന് പേരിട്ടു. പിന്നെ റെനേനെ വിളിച്ചിട്ട് ഡിബിലു എന്നും പറഞ്ഞിട്ടൊരു പേരിട്ട് കൊടുത്തിട്ട്. പിന്നെ എന്നിട്ട് ബിന്നി വന്നിട്ട് അനീഷ് എപ്പോഴും ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ചോറിനോണ്ടിരിക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് ചൊറിയൻ പുഴു എന്നുള്ള പേരായിട്ടേക്കണത്. പിന്നെ നമ്മുടെ കലാഭവൻ ശാരികനെ വിളിച്ചിട്ട് പറഞ്ഞു മാധുരി എന്ന്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്, അപ്പോൾ മാധുരി എന്ന് പറഞ്ഞാൽ പേരിട്ടേക്കണേന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ആർ ജെ ബിൻസി നമ്മുടെ അനീഷ് ഫുൾ തൊട്ടം പിടിച്ചൊക്കെ പ്രശ്നം ഉണ്ടാക്കി ഫുൾ ഫേക്കിൻ്റെ മുകളിലുള്ള കളിയാണ്, അതുകൊണ്ട് ഫേക്ക് കുട്ടൻ എന്ന് പേരിട്ടു. പിന്നെ അതിൻ്റെ അനുമോളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, അതുകൊണ്ട് അനുമോൾക്ക് പാവക്കുട്ടി എന്ന് പറഞ്ഞ പേരിട്ടു. പിന്നെ അതിട്ട് നെവീൻ വന്നിട്ട് അനീഷ് ഫുൾ ടൈം പ്രശ്നമാണ്, ആർക്കും ഇഷ്ടമല്ല കേട്ടോ അനീഷിനെ. അപ്പോൾ അനീഷിന് വെരുകുണ്ണി എന്നും പറഞ്ഞ് പേരിട്ടിട്ടാ. പിന്നെ അനുമോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ക്യൂട്ട് ലിറ്റിൽ പൈ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടു. പിന്നെ റെന ഗിസലിനെയാണ് ഇഷ്ടമുള്ളത്. പിന്നെ ഓണേലിനെ ഇഷ്ടമല്ല, ഓണേലിനെ അതൊന്ന് അടുക്കള വീരൻ എന്നും പറഞ്ഞ് പേരിട്ടിട്ടുണ്ട്. നമ്മുടെ ആര്യയ്ക്ക് ശരത്തിന് അപ്പുക്കുട്ടൻ എന്നും പറഞ്ഞ് പേരിട്ടു. രഞ്ജിത്തിനെ ഇഷ്ടമല്ല, മുഷിനി എന്നും പറഞ്ഞ് പേരിട്ടേക്കണം. പിന്നെ അതിൻ്റെ ഓൺലി റെനയ്ക്ക് ക്യൂട്ട് ബേബിയാണ്, അപ്പോൾ അതുകൊണ്ട് സെർലാക്ക്, ഇപ്പോഴും മിൽക്ക് ബേബിയാണ്, അമുൽ ബേബിയാണ്, സെർലാക്ക് എന്ന് പറഞ്ഞ് പേരിട്ടു. അനീഷ് പിന്നെ ഇങ്ങോട്ടൊന്നും പറയില്ല, ഫുൾ ടൈം പറഞ്ഞായിരുന്നു ഇങ്ങനെ റിപ്പീറ്റഡ് പറഞ്ഞുകൊണ്ടിരിക്കുക, റേഡിയോ എന്നും പറഞ്ഞ് പേരിട്ടു. പിന്നെ അക്ബറിന് ഓണിലിന് മിസ്റ്റർ പെർഫെക്റ്റ് എന്നും പറഞ്ഞാൽ പേരിട്ടത്. പിന്നെ രേണുസുധിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞ രേണുസുധി, അത് കേട്ടപ്പോൾ ഞെട്ടി പോയിട്ടോ, ഭയങ്കര ഇൻസൾട്ടായി പോയി അവർക്കത്. പിന്നെ ഷാനവാസ് രഞ്ജിത്തിന് ഫ്രീക്കൻ, ഏത് സമയം ഫ്രീക്കൻ ഡ്രസ് ഇട്ട് നടക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഫ്രീക്കൻ എന്നും പറഞ്ഞു കൊടുത്തു. പിന്നെ അക്ബറിന് ടുട്ടുമോൻ എന്നും പറഞ്ഞു പേരിട്ട് കൊടുത്തു. പിന്നെ എന്നിട്ട് അബി ഓണിലിനെ മച്ചാൻ എനിക്ക് ഇഷ്ടമുള്ള പേര്, അപ്പോൾ അതുകൊണ്ട് മച്ചാൻ എന്നും പറഞ്ഞ് ഇട്ട് കൊടുത്തു. രഞ്ജിത്തിന് ഇരുതര മൂരി എന്നും പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ശൈത്യ വന്നിട്ട് അനീഷിന് ടിൻറ്റുമോൻ എന്ന് പേരിട്ടു. അനുമോൾക്ക് പിങ്കി, എനിക്ക് ഇഷ്ടമാണ് പിങ്കി എന്നും പറഞ്ഞ് പേരിട്ടു. പിന്നെ ശാരിക ആദിൽ നൂറ, അവരാണ് ഇഷ്ടം. ഞാനൊരു പണ്ടൊരു ഇംഗ്ലീഷ് ഫിലിം കണ്ടിട്ടുണ്ട്, ഒരു ബ്ലൂ ലഗൂൺ എന്നാണ് ഫിലിമിൻ്റെ പേര്. അപ്പോൾ എനിക്ക് ഇവരെ കാണുമ്പോൾ അത് ഓർമ്മ വന്നു, അതുകൊണ്ട് ബ്ലൂ ലഗൂൺ എന്നും പേരിട്ടേക്കണം. പിന്നെ അതുപോലെ അനീഷ് വെറുതെ ഒരു കാര്യമില്ല, തൊട്ടം പിടിച്ചൊക്കെ പ്രശ്നം, അതുകൊണ്ട് അട്ടർ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പേരിട്ടേക്കണം. അതുകൊണ്ട് രേണുസുധി ആദിലിനെ നൂറേനെയാണ് ഇഷ്ടം, അവർക്ക് മിട്ടു എന്നും പറഞ്ഞ പേരിട്ടു. പിന്നെ അക്ബർ ഫുൾ ടൈം എന്നെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്നെ ടീസ് ചെയ്യാൻ വേണ്ടി നടക്കണം. അയാൾ എന്നെ വിളിച്ചുകൊണ്ടല്ല, എന്നാലും എനിക്ക് അയാളെ ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എന്നെ കടിച്ചു കീറാൻ വേണ്ടി നടക്കുന്ന ഒരു വേട്ടപ്പട്ടി, അതുകൊണ്ട് വേട്ടപ്പട്ടി എന്ന് പറഞ്ഞ് അങ്ങനെ പേരിട്ടു. പിന്നെ ശാരിക രഞ്ജിത്തിനെയാണ് ഇഷ്ടം ഉള്ള ആൾ. പിന്നെ
രണേനെ 2K കിഡ് എന്നും പറഞ്ഞാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെ അനുമോൾ നെവീനെ ഉണ്ണിക്കുട്ടൻ എന്ന് വിളിച്ചത്. നമ്മുടെ അക്ബർ പാഷാണത്തി കൃമി. പിന്നെ അതുപോലെ ഗിസേൽ അപ്പാനീനെ ഇഷ്ടമല്ല. കാരണം അപ്പാനി എപ്പോഴും എന്നെ ഞാൻ എവിടെ ഇരുന്നാലും ഒരുമാതിരി നോട്ടമാണ്. അയാൾക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. അയാൾക്ക് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്കും തിരിച്ചിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് റൗഡി എന്ന് പേരിട്ടു എന്ന് പറഞ്ഞു. പിന്നെ ആര്യന് ഭയങ്കര ഇഷ്ടം. നമ്മൾ ഒരേ വേവ് ലെങ്ത്താണ് ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ അവൻ ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൺമണി, എനിക്ക് ഇഷ്ടമുള്ള ആളായതുകൊണ്ട് കൺമണി എന്നുള്ള പേരിട്ടു. പിന്നെ അദില നൂറ വിളിച്ചത് അപ്പാനി ഞങ്ങൾ ആദ്യത്തെ ചേട്ടൻ ഫിലിമിലൊക്കെ അഭിനയിച്ച ആളല്ലേ ഭയങ്കര ജാടയായിരിക്കും എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ചേട്ടൻ അങ്ങനത്തെ ജാടയൊന്നും ഇല്ല കേട്ടോ. എപ്പോഴും എല്ലാവരും ഇങ്ങനെ ചാടി നടക്കും. അതുകൊണ്ട് അണ്ണാറക്കണ്ണെന്ന് പേരിട്ടു. പിന്നെ അനീഷ് മിസ്റ്റർ അപ്പി എന്ന് പേരിട്ട്. നമ്മുടെ അനീഷ് അനുമോൾ ഒരു ലേഡീസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഒന്നും പ്രതികരിച്ചില്ല. അതൊക്കെ പറഞ്ഞു എന്തൊരു ബാത്റൂം ചെറിയ ഇഷ്യൂ ആണ് കേട്ടോ. അത് പ്രതികരിച്ചില്ല. വേറെ ഒന്നുമില്ലല്ലോ ചേട്ടാ എന്ന് ചോദിച്ചു. വേറെ ഒന്നുമില്ല, ഇതാണ്. അപ്പോൾ അതുകൊണ്ട് നിന്നെ ചതിയെത്തി, നീ പെണ്ണുങ്ങൾക്ക് വേണ്ടി സംസാരിച്ചില്ല, അപ്പോൾ ചതിയെത്തി എന്ന് പറഞ്ഞ് പേരിട്ടു എന്ന് പറഞ്ഞു. പിന്നെ റേന നല്ല സുന്ദരമാണ്, അതുകൊണ്ട് പൂ പോലെ ഇരിക്കുന്നുണ്ട്, പൂവ് എന്ന് പറഞ്ഞ് പേരിട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് മോർണിംഗ് ആക്ടിവിറ്റി. ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ബാഡ് പേര് കിട്ടിയ ആളും ഏറ്റവും കൂടുതൽ ഗുഡ് പേര് കിട്ടിയ ആളും അങ്ങനെയുള്ളവർ സെലക്ട് ചെയ്തു. അപ്പോൾ അതിനകത്തും അനീഷിന് ഇതിനകത്ത് ഒരു പേര് അവർക്ക് സെലക്ട് ചെയ്യാം, ആ പേരിൽ ഇവർ വിളിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അനീഷിന് മുള്ളമ്മതി എന്നുള്ള പേര് മതി എന്ന് പറഞ്ഞു. അനീഷിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടാണ്. പിന്നെ അനുമോളും പാവക്കുട്ടി എന്നുള്ള പേരാണ് സെലക്ട് ചെയ്തത്. അതിലെ അന്നൂറ പൂമ്പാറ്റ എന്നുള്ള പേരാണ് സെലക്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന് ശേഷം രേണുസുതി ഇങ്ങനെ തനിയെ നിന്നിട്ട് കംപ്ലയിൻറ്റ് അറിയിച്ചു. എന്നാലും എന്നെപ്പറ്റി അയാൾ അങ്ങനെ പറഞ്ഞല്ലോ, വേറെ എന്തൊക്കെ നല്ല നിക് നെയിം പിങ്കി അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ നിക് നെയിംസ് നല്ല ഓരോരുത്തർക്ക് കിട്ടി, എനിക്ക് ഇതാണല്ലോ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമം പറഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ അതുകഴിഞ്ഞിട്ട് അപ്പാനി അക്ബറും കൂടെ നമ്മുടെ ശൈത്യനെ ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ശൈത്യക്ക് കുറേ നെഗറ്റീവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് മോട്ടിവേറ്റൊക്കെ ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്ത് നമുക്കൊന്ന് മുന്നോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അപ്പാനി അക്ബറും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതുകഴിഞ്ഞിട്ട് അക്ബറും അഭിലാഷും കൂടെ വേറെ പ്ലാനിങ് ആണ്. എന്താണ്, ഗിസൽ ഉറങ്ങരുത്, നമുക്ക് അവൾ ഉറങ്ങാതെ നമുക്ക് വെക്കണം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ബിൻസിനെ നമുക്ക് ഔട്ടാക്കണം. കാരണം ആ രാത്രിയുള്ള ടാസ്ക് ഉണ്ടല്ലോ, ആരാണ് കട്ടിൽ കിടന്ന് പറഞ്ഞാൽ അവർ അറിയാതെ കട്ടിൽ പൊക്കിക്കൊണ്ടുപോയി നമ്മുടെ റെഡ് സോണിൽ വെക്കണം. ആ ടാസ്കിനകത്ത് ഗിസൽ ഉറങ്ങരുത്, പക്ഷേ ബിൻസിനെ ഉറക്കിയിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഔട്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ രേണുസുതി പോയിട്ട് നോറയെടുത്ത് ഇത് തന്നെ പറയട്ടോ, അപ്പോൾ എനിക്ക് എന്തോരം പേര് കിട്ടി. ഞാനാണെങ്കിൽ ഒരു സ്ത്രീനെ പ്രതിനിധീകരിച്ച് ഒരു അമ്മേനെ പിന്നെന്താ ഒരു വിധവേനെ അങ്ങനെയൊക്കെ പ്രതിനിധീകരിച്ച് ഞാൻ വന്നതാണ്. ആ ഒരു പോയിൻ്റ് എടുത്തിട്ട് ആളൊന്ന് കളിക്കാൻ നോക്കിയിട്ടാണ് നമ്മുടെ രേണുസുതി. അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റീനെ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, എന്നിട്ട് എനിക്ക് ഒരു സ്ത്രീ എന്ന് പോലും നോക്കാതെ അയാൾ ഇങ്ങനത്തെ പേരാണല്ലോ എന്നെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിഷമം പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വീക്കെൻഡ് ടാസ്ക് വന്നു കേട്ടോ. വീക്കെൻഡ് ടാസ്ക് എൻ്റെ പൊന്നെ ഈ പ്രാവശ്യം നമ്മുടെ ബിഗ് ബോസ് കൊടുക്കുന്ന എല്ലാം ഒന്നൊന്നര ടാസ്ക്കാണ്, പറയാതിരിക്കാൻ വയ്യ. ഇതിനകത്ത് 3 ടൈപ്പ് ബോൾസ് ഉണ്ട്. റെഡ് ബോൾ, ബ്ലാക്ക് ബോൾ, ഗോൾഡൻ ബോൾ. ഇതിനകത്ത് റെഡ് ബോൾ ആണെങ്കിൽ ഇവർക്ക് എന്ത് പോയിൻറ്റ്സ് ആണോ ആ പോയിൻറ്റ്സ് ആഡ് ആക്കാൻ പറ്റും ഈ റെഡ് ബോൾ വെച്ചിട്ട്. ബ്ലാക്ക് പോയിൻറ്റ്സ് ആണെങ്കിൽ ഇവർക്ക് നല്ല ഒടുക്കത്തെ പണിയാണ് കിട്ടാൻ പോകുന്നത്. ഗോൾഡൻ ബോളാണ് കിട്ടണമെങ്കിൽ ഇവർക്ക് നല്ല പവർ, എന്തോ ഒരു പവർ കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു ഗെയിം. അവിടെ ഗാർഡൻ ഏരിയയിൽ ഒരു വലിയൊരു റൗണ്ട് വെച്ചിട്ടുണ്ട്. അതിന് നടുക്കൊരു പോഡിയം വെച്ചിട്ടുണ്ട്. ഈ പോഡിയത്തിൻ്റെ അകത്ത് ആണ് ഈ ബോൾസ് ഇരിക്കുന്നത്. അപ്പം ബസർ അടിച്ച് കഴിയുമ്പോൾ ഇവരെല്ലാവരും കൂടെ ഓടി പോയിട്ട് മാക്സിമം ബോൾസ് അതിനകത്ത് നിന്ന് കളക്ട് ചെയ്യണം. വളരെ കുറച്ച് ബോൾസിലാണ് കേട്ടോ. ഇതിനകത്തുള്ള ആൾക്കാർ അത്രയും ബോൾസ് തന്നെ ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ഇവർ അതിനകത്തുനിന്ന് മാക്സിമം ബോൾസ് കളക്ട് ചെയ്യണം. അതായിരുന്നു ഗെയിം കേട്ടോ. അപ്പോൾ ഈ പോയിൻറ്റ്സ് അനുസരിച്ച് ബ്ലാക്ക് ആണെങ്കിൽ പണി കിട്ടും, റെഡ് ആണെങ്കിൽ ആഡ് ആകും, പിന്നെ ഗോൾഡൻ ബോൾ ആണെങ്കിൽ ഇവർക്ക് പവർ കിട്ടും. അതാണ്. അപ്പോൾ ഇവർക്ക് ഏതൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ അഭിലാഷിന് 1 ബ്ലാക്ക് ആണ് കിട്ടിയത്. നമ്മുടെ ആര്യയ്ക്ക് 3 റെഡ്, ബിന്നിക്ക് 5 റെഡ്, ഗിസലിന് 2 റെഡ്, അക്ബറിന് 4 റെഡും 1 ഗോൾഡും. അങ്ങനെ ബാക്കി ആർക്കും ഒന്നും കിട്ടില്ല. ബാക്കി എല്ലാവർക്കും 0. ഈ 0 ആയിട്ടുള്ള ആൾക്കാരൊക്കെ ജയിൽ നോമിനേഷന് വന്നിരിക്കുന്ന ആൾക്കാരാണ്. അതിനകത്തുനിന്ന് സെലക്ട് ചെയ്തിട്ടായിരിക്കും ജയിലിലേക്ക് വിടുന്നത്. അപ്പോൾ അവരെ അങ്ങനെ മാറ്റി വെച്ചു. പിന്നെ അതിന് ഈ ആൾക്കാരെ തന്നെ അപ്പോൾ ഗോൾഡ് ഉണ്ടല്ലോ അക്ബറിന്. അപ്പം അക്ബറിന് ഗോൾഡ് ഉള്ളതുകൊണ്ട് ഗോൾഡിൻ്റെ പവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്ബറിന് അടുത്ത എലിമിനേഷന് വേണ്ടി ഒരാളെ നോമിനേറ്റ് ചെയ്യാം. പക്ഷേ ഒരു റൗണ്ടും കൂടെ ഉണ്ട്. ആ റൗണ്ടിനകത്ത് ഈ
അക്ബർ ഒരാളെ സെലക്ട് ചെയ്യണം. ആ ആൾ കളിച്ച് ഗോൾഡൻ ബോൾ കിട്ടണം എന്നാൽ മാത്രമേ ഈ നോമിനേഷന് ചെയ്യാൻ പറ്റുള്ളൂ. ഒടുക്കത്തെ പണി. നമ്മളിപ്പോൾ വിൻ ചെയ്തു എന്ന് പറഞ്ഞാലും ആ ഗെയിം വിൻ ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കാൻ വയ്യ. കാരണം അതിൻ്റെ അടുത്ത പണി കിട്ടി. ഗോൾഡ് ഇയാൾക്ക് കിട്ടിയിട്ടും കാര്യമില്ല. ഇയാൾ പറയുന്ന ആൾ അടുത്ത റൗണ്ടിൽ കളിച്ച് ഗോൾഡ് കിട്ടണം, എന്നാലാണ് ഇയാൾക്ക് ആ നോമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇത് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അക്ബർ സെലക്ട് ചെയ്ത ആര്യനെയാണ് കേട്ടോ. അപ്പം ആര്യൻ അടുത്ത റൗണ്ടിൽ കളിച്ചിട്ട് അവന് ഗോൾഡ് കിട്ടണം. അങ്ങനെ എന്താ പിന്നെ നെക്സ്റ്റ് റൗണ്ടിൽ കളിച്ചപ്പം ആര്യൻ ആക്ച്വലി ഗോൾഡ് ബോൾ എടുത്തു. പക്ഷെ കയ്യിൽ നിന്ന് താഴെ പോയി. അപ്പോഴേക്കും നമ്മുടെ ഷാനവാസ് അത് ചാടിക്കയറി എടുത്തു. മറ്റേ ഒലയും പറയണത് ഞാൻ പറഞ്ഞിട്ടാണ് ഷാനവാസ് പോയി എടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഷാനവാസ് എടുത്തു. അപ്പോൾ ഷാനവാസിൻ്റെ കയ്യിലായി ഗോൾഡൻ. പിന്നെ അതിനുശേഷം പിന്നെ വന്നിട്ടുള്ളത് ആ സെക്കൻഡ് റൗണ്ട് കളിച്ച് കഴിഞ്ഞപ്പോൾ വന്നത് ഷാനവാസിന് ഒരു ഗോൾഡ്, ഒരു ബ്ലാക്ക് വന്നിട്ടുണ്ട്. പിന്നെ അക്ബറിന് ഒരു ബ്ലാക്ക് വന്നിട്ടുണ്ട്. അനീഷിന് 2 ബ്ലാക്ക് വന്നിട്ടുണ്ട്. 2 ബ്ലാക്ക് വന്നപ്പോൾ അതിനകത്ത് ഒരു ബ്ലാക്ക് വേറെ ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അതായിരിക്കണം. പക്ഷേ ഫസ്റ്റ് ഇവർ ഒരു ഗെയിം കളിച്ചല്ലോ, കുറച്ച് പേർക്ക് ബ്ലാക്ക് വന്നു. അതിനകത്ത് ഇവർക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 പേരായിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. ആ 3 പേരാണ് ബ്ലാക്ക് കോയിൻസ് കിട്ടിയ 3 പേരാണ് അഭിലാഷ്, ബിന്നി, അനീഷ്. അപ്പോൾ ഇവർ 3 പേരും. ഇവർക്ക് 3 പേർക്കും ഒരാൾ കണ്ണ് കെട്ടണം, ഒരാൾ വാ കെട്ടണം, ഒരാൾക്ക് നടക്കാനും പാടില്ല. അങ്ങനെ പറഞ്ഞേക്കണം കേട്ടോ. അവർക്കൊരു തള്ളുവണ്ടി പോലത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. 2 വീലേ ഉള്ളൂ ഇങ്ങനെ തള്ളണത്. നമ്മൾ പണിക്കൊക്കെ ഉപയോഗിക്കുന്ന വണ്ടിയുണ്ട്. അപ്പോൾ അതിനകത്ത് വേണം ഇയാൾ ഇരിക്കാൻ. വേറൊരു സ്ഥലത്തേക്ക് ഇരിക്കാൻ പാടില്ല. മറ്റവർ 2 പേരും ഈ വണ്ടി തള്ളിക്കൊണ്ട് നടക്കുകയും വേണം. അത് പിന്നീടാണ് ഇവർക്ക് മനസ്സിലായത്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ അഭിലാഷ് ഇരുന്നു, ബിന്നിയും അനീഷും കൂടെ ഇത് തള്ളിക്കൊണ്ട് നടന്നു. ബിന്നി വാകെട്ടി, അനീഷ് കണ്ണും കെട്ടി. അങ്ങനെ ഫുള്ള് 1 മണിക്കൂറോളം ഈ സാധനം തള്ളിക്കൊണ്ട് നടക്കുക. കുറേ നേരം കഴിയുമ്പോൾ അവർക്ക് മതി. അവരൊരു സ്ഥലത്ത് ഇരുന്നിട്ട് വെറുതെ മുന്നോട്ടും ബാക്കിലോട്ടും ഈ വണ്ടി ആയിക്കൊണ്ടിരിക്കുക. കാരണം തള്ളിക്കൊണ്ട് എത്ര നേരം നടക്കുന്നത്. ബിഗ് ബോസ് ഇതൊന്നും കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അനീഷ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മതിയായി അവർക്ക് ആ ടാസ്ക് ചെയ്തിട്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അടുത്ത റൗണ്ടിൽ ഞാൻ പറഞ്ഞത് ഷാനവാസ് 1, അക്ബർ ഒരു ബ്ലാക്ക്, അനീഷ് 2 ബ്ലാക്ക് കിട്ടിയതിൽ 1 ആര്യയ്ക്ക് കൊടുത്തു. അങ്ങനെ 4 ബ്ലാക്ക് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഈ അക്ബറും അനീഷും അക്ബറും ആര്യയും അവർക്ക് മറ്റേ ഗോൾഡ് എടുക്കാൻ പറ്റിയില്ലല്ലോ. നമ്മുടെ ഷാനവാസ് എടുത്തുകൊണ്ട് പോയി. ആര്യയുടെ ഗോൾഡ് ഷാനവാസ് എടുത്തുകൊണ്ട് പോയി. അപ്പം എന്തോ ഇവർ 2 കൂടെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. കാരണം 2 പേർക്കും ഗോൾഡ് എടുക്കാൻ പറ്റിയില്ല. മറ്റേ അക്ബർ ഗോൾഡ് എടുത്തെങ്കിൽ കൂടെ അടുത്ത റൗണ്ടിലും കൂടെ ജയിച്ചാലാണല്ലോ ഗോൾഡിന് എഫക്റ്റ് ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പം മറ്റേ ആര് ജയിക്കാത്തതുകൊണ്ട് അതിനുള്ള പണിഷ്മെൻറ്റ് എന്നുള്ള അടുത്ത പണി എന്ന് പറഞ്ഞിട്ട് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ഇവരെടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിച്ചിട്ട് ആരെ വേണം അടുത്ത നോമിനേഷനിലേക്ക് ഇടാന്നുള്ളത് നിങ്ങൾ 2 ഒരാൾ തീരുമാനിക്കണം. ഏതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അയ്യോ, അത് അടുത്ത പണി. അതുവരെ വളരെ സപ്പോർട്ടീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ സംസാരമായി. അതെല്ലാം TV സ്ക്രീനിൽ ഹൗസിലുള്ള ടീംസിനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് സംസാരിച്ച് ലാസ്റ്റ് അക്ബർ പറഞ്ഞു, കാരണം ആര്യ ഓൾറെഡി നോമിനേഷനിൽ വന്നിട്ടുണ്ട്. പിന്നെ അക്ബർ പറഞ്ഞു ഓക്കെ ശരി ഞാൻ അന്ന് നോമിനേഷനിൽ പോകാം. അങ്ങനെ ഗോൾഡ് കയ്യിൽ കിട്ടിയ അക്ബർ വരെ നോമിനേഷനിലും പോകേണ്ടി വന്നു. അങ്ങനെ പിന്നെ അതിനുശേഷമാണ് ഈ 4 പേര്, നമ്മുടെ ഷാനവാസിന് 1 ബ്ലാക്ക്, അക്ബറിന് 1 ബ്ലാക്ക്, അനീഷിന് 2 ബ്ലാക്ക് ഉള്ളത് 1 ആര്യയ്ക്ക് കൊടുത്തു. അവർക്ക് 4 പേർക്കും കൂടെ അടുത്ത ബ്ലാക്ക് കിട്ടിയതിൻ്റെ പണി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ കണ്ണിട്ട്, ഒരാൾ വാകട്ട്, ഒരാൾ മറ്റേ ആ വണ്ടിയിലിരിക്കുക, അടുത്ത ആൾ ആന നടത്തം. നമ്മുടെ കുട്ടികളെ ആന കളിക്കില്ലേ, അതുപോലെ ഇങ്ങനെ നടക്കുക. അങ്ങനെ എൻ്റെ ദൈവമേ, ഈ പ്രാവശ്യം നമ്മുടെ അനീഷ് ബുദ്ധിപരമായിട്ട് ഞാനിരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ലാസ്റ്റ് അക്ബറും ഷാനവാസും കണ്ണും വായൊക്കെ കെട്ടി നമ്മുടെ ആര്യൻ ആനയായി. അങ്ങനെ 1 മണിക്കൂറോളം അയ്യോ ആര്യന് മദ്യമായിട്ട് ആന നടത്തം അതോടെ തീരുമാനമായി. അങ്ങനെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മുടെ നവീൻ എന്ത് ചെയ്യുന്നറിയോ, ഇടയ്ക്ക് ഗോൾഡൻ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡ് അടിച്ചു മാറ്റി. അത് കഴിഞ്ഞിട്ട് അക്ബറിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നിനക്ക് നിൻ്റെ ഗോൾഡ് വേണമെങ്കിൽ നീ ഒരു റെഡ് താ, അങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നല്ല പിള്ള ചമഞ്ഞു കേട്ടോ. ഞാൻ എടുത്തെങ്കിൽ എന്ന് പറയുന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പിള്ള ചമഞ്ഞു. അങ്ങനെ അവന് ഗോൾഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു റെഡ് തിരിച്ചു കൊടുത്തു. ഈ റെഡ് കൊണ്ടായിട്ട് ആര്യയുടെ കയ്യിൽ കൊടുത്തു. നിനക്കത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു നമ്മുടെ നവീൻ്റെ അടുത്ത്. അത് എനിക്ക് മറ്റേ ഇവൻ തന്നതാണെന്ന് പറഞ്ഞു, അക്ബർ തന്നതാണ്
തിന്നാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭയങ്കര കളികളാണ് കേട്ടോ നവീൻ ഇടയ്ക്കൂടെ. അതിനിടയ്ക്ക് നവീൻ മറ്റേ ബാഡ്ജ് എടുത്തല്ലോ, ബാഡ്ജ് എടുത്ത സമയത്ത് നമ്മുടെ ഗസയിലും ആര്യയും കൂടി ഇരുന്നിട്ട് അവരുടെ എല്ലാ ഐറ്റംസും ഇങ്ങനെ തപ്പി നോക്കണം എവിടെ ഈ ബാഡ്ജ് അങ്ങനെ മിസ്സായിന്ന്. അപ്പോൾ നവീനൊന്നും അറിയാത്ത പോലെ വന്നിട്ട് നിനക്ക് എന്നെ സംശയം ഉണ്ടോയെന്ന് ചോദിക്കാം. അപ്പോൾ ആര്യ നീ പോടാ, നീ മിണ്ടായിരിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ തന്നെ എടുത്തത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് നവീൻ പറയണം ഞാനെടുത്തെങ്കിൽ ഞാനെടുത്തെന്ന് പറയും കേട്ടോ, ഞാനെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ആർക്കൊന്നും മനസ്സിലായില്ല ഇവൻ ഞാനെടുത്തു എന്നാണ് ഈ പറയണമെന്ന് ആർക്കും മനസ്സിലായില്ല കേട്ടോ. നമ്മുടെ അനു അപ്പാൻ്റെ അടുത്ത് നിങ്ങൾ ഗ്രൂപ്പീസ് അല്ലേ കളിക്കുന്നതെന്നൊക്കെ പറയാം. അപ്പോൾ അപ്പാൻ്റെ ഗ്രൂപ്പീസ് അല്ല, ഈ പുറത്തുള്ള ആൾക്കാരെ ഇതിനകത്ത് ഔട്ടാക്കണമെങ്കിൽ എങ്ങനെയാണ്, ഞാൻ ഒരാൾ വിചാരിച്ചാൽ കട്ടിൽ പൊക്കി കൊണ്ടുപോകാൻ പറ്റുമല്ലോ, അപ്പം കുറച്ച് ആൾക്കാർ വേണ്ടേ, അപ്പോൾ അവരെ കൂട്ടണ്ടേ, അതിനാണ് ഞങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അനുവിൻ്റെ അടുത്ത് പറയാം. എന്നിട്ട് നമുക്ക് ഷാനവാസിനെ എങ്ങനെയാണ് പിടിക്കണം, എന്നിട്ട് ഗസയിൽ ഇന്ന് രാത്രി കിടന്നുറങ്ങണമെങ്കിൽ അവളെ പൊക്കിയിട്ട് നമുക്ക് റെഡ് സോണിൽ കൊണ്ടാക്കാം, അനീഷ് ഷാനവാസും കൊണ്ട് നമ്മുടെ അടുത്തൊന്ന് കൂട്ടായിട്ട് നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ രാത്രി ഗെയിം സ്റ്റാർട്ട് ചെയ്തു, അതായത് ആ കട്ടിൽ കിടക്കുന്ന ഗെയിം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇവർ ശൈത്യ ഇങ്ങനെ കിടക്കണം. അപ്പോൾ ഷാനവാസാണെങ്കിൽ അവിടെ ആദിലെടുത്ത് നൂറെടുത്ത് ഭയങ്കര സംസാരം, ഗെയിം തുടങ്ങിയിട്ട് കട്ടിലെടുത്ത് പോയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളങ്ങനെ മൈൻഡ് ചെയ്യണമെന്നില്ല, കാരണം ഗോൾഡ് കയ്യിലുള്ളതുകൊണ്ടായിരിക്കും എന്താണെന്നറിയില്ല, അതങ്ങനെ മൈൻഡ് ചെയ്യാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ ശൈത്യനെ പൊക്കാന്നൊക്കെ പറഞ്ഞ് രാത്രിയായപ്പോൾ എല്ലാവരും അകത്തൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ശൈത്യം നല്ല ഉറക്കം. ആ സമയത്ത് ഇങ്ങനെ പൊക്കാൻ വേണ്ടി ചെന്നപ്പോഴേക്കും ശൈത്യമാണ് ഉറക്കം. അതിൻ്റെ താഴെ ഗസൽ എടുക്കണം, ഗസലിനെയും എടുക്കാൻ നോക്കി. അപ്പോഴേക്കും ഈ ഗസൽ എന്ത് ചെയ്യുന്നറിയോ, ഉറങ്ങുന്നതിന് മുമ്പും ഉള്ള ചെയറും എല്ലാ കാര്യങ്ങളും അടുത്തടുത്ത് വെച്ചു. അപ്പോൾ എന്തെങ്കിലും സാധനം അനങ്ങുന്ന സൗണ്ട് കേട്ടാൽ ഇവർക്ക് എണീക്കാമല്ലോ. അപ്പോൾ എല്ലാം ഗസൽ എന്നിട്ട് അതിനകത്തൊരു കസേരയിലൊക്കെ തൊട്ടിട്ടാണ് കിടന്നത്. അപ്പോൾ ആ കസേര മാറ്റുന്ന സമയത്തേക്ക് അവർ ഉണർന്നു കിട്ടാം. അത്രയാണ് ഇന്നത്തെ സംഭവം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഭയങ്കര ട്വിസ്റ്റ് കൊടുത്തിട്ടാണ് ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഈ പ്രാവശ്യം ഭയങ്കര 7ൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഒരു 1.5 പണി തന്നെയാണ് ഓരോ ദിവസം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എത്ര ദിവസം ഇവർക്കൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നറിയില്ല, അമ്മാതിരി പണികളാണ് ബിഗ് ബോസ് ഈ പ്രാവശ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുണ്ടായിരുന്നത്. പിന്നെ നാളത്തെ ട്രെയിലർ വന്നിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് പറയുക, നമ്മുടെ ബിന്നിയും അപ്പാനിയും അക്ബറും കൂടെ നമ്മുടെ ശൈത്യ കിടന്നുറങ്ങുമ്പോൾ അപ്പോൾ അത് ഇങ്ങനെ കട്ടിൽ പൊക്കിക്കൊണ്ട് പോകണത് ഇങ്ങനെ കാണിച്ചിട്ട് നാളെ എന്താണെന്ന് അറിയില്ല, ശക്തി ഉണരാതിരിക്കും എന്താണെന്ന് അറിയില്ല, നാളെ കണ്ടാലേ അറിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബിഗ് ബോസിൽ നടന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പം നാളെ നമുക്ക് ഡേ 4 എപ്പിസോഡ് 5 നാളെ കാണാം. അതുവരെ ബൈ.